എന്താ വൺ സൈഡ് ആയിരുന്നു, ബാബു വൺ സൈഡ് ആയിരുന്നു കേട്ടോ. ഓക്ക് അങ്ങനെ ലവ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് ഇഷ്ടമായി കല്യാണം കഴിച്ചതാണ്. ബാബുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത്താൻ്റെ റിലേഷൻഷിപ്പ് എത്ര വർഷമായി തുടങ്ങിയിട്ട്? മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ 5 വർഷം കഴിയാനായി. 6ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. ഇജ്ജ് വിളിച്ചൊന്നും വേണ്ട, ഞങ്ങൾ അവിടെ എത്തിക്കോളാം. വിളിച്ചാതെ വന്നാൽ ഫുഡ് ഞാൻ തരില്ല കേട്ടോ. അൻഷി എവിടെ വർക്ക് ചെയ്യണം? അൻഷി കോട്ടപ്പടിയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അടിയിൽ എൻ്റെ അനിയ കോയും കമന്റ് ഇടുന്നുണ്ട്. ഞാൻ വിളിക്കണ്ട് 3 ആളല്ല 100 ആളെ വിളിക്കണ്ടേന്ന്. എല്ലാവർക്കും ഫുഡ് ഫ്രീ. നോനാണല്ലോ ഫുള്ള് ചെലവ് എടുക്കുന്നത്. ഒരു ഉപകാരമില്ല, വെറുതെ വീട്ടിലിരിക്കുകയാണ്. എൻ്റെ പല്ലൊന്ന് കാണിച്ചു തരുമോ? എടാ ഞാൻ എൻ്റെ പല്ല് എത്ര കാട്ടിയാലും ഇത്ര കാണുള്ളൂ കേട്ടോ. അതാണ് എനിക്ക് ഈ ഒരു സൈഡിലാണ് പല്ലില്ലാത്തത്. കണ്ടോ? ഇൻഷാല്ലാ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു പരിപാടി വരുന്നുണ്ട്. സൗണ്ട് എടുത്ത് അതിന് മുന്നേ തന്നെ എന്തായാലും പല്ല് റെഡിയാക്കും. ഹലോ, ഇട്ടുക്കണല്ലോ. ഇല്ല നിങ്ങൾ കമന്റ് ഇടണത് ഇതിന്റെ അടിയിൽ വരുന്നില്ല. എല്ലാരും കൂടി കമന്റ് ഇട്ടിട്ട് നിങ്ങൾ എന്താ കമന്റ് ഇടണേ? ഗൈസ് അൻഷി ഉണ്ട് കേട്ടോ ഇതില് കമന്റില്. എന്നാ ഇജ് കമന്റ് ഇട, ഞാൻ നോക്കട്ടെ. ഹായ്, അൻഷി ഉണ്ട് കേട്ടോ കമന്റില്. അൻഷിന്റെ DP ആണുള്ളത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആ കമന്റ് ഇടണേ. എനിക്ക് സംഭവം എന്താ വെച്ചാൽ ഇതിലൊന്നും കാണുന്നില്ല. ബാബുവിന്റെ ജോബ് എന്താടാ? ബാബുവിന് ഇപ്പൊ ജോബൊന്നുമില്ല. ഓല് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ഓൾക്ക് ജോബ് ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഇൻകം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ ഒരു ജോബിന് ഇതിൽ വിടത്തില്ല. ഹായ് തരാമോ റിഷാന? ഹലോ ലിയ ഫാത്തിമ. എല്ലാവർക്കും ആൻസർ കൊടുക്കും, എനിക്ക് മാത്രം ആൻസർ തരുന്നില്ല. ഹായ് പറയോ ഫാത്തിമ പ്ലീസ്. ഹലോ ഫാത്തിമ. ഞാൻ നിങ്ങൾക്ക് ആ കുട്ടി വെള്ളപ്പൂച്ചനെ കാണിച്ചു തരാം കേട്ടോ. മിമ്മിൻ്റെ ലവറിനെ. അൻഷി വന്നിക്കണം കേട്ടോ കമന്റില്. നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഓ എന്നാ പേടിക്കൂല. എന്നെ വിളിക്കണം കല്യാണത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരും വിളിക്കത്തില്ല. നമ്മളെ സേവ് ദ ഡേറ്റ് ഔട്ട് ആവുന്ന ടൈമിൽ ഈ ലൈവ് കണ്ടിട്ട്, ഈ ലൈവ് ഓർത്ത് വെച്ചിട്ട്, ഈ ലൈവിന് ശേഷം ഞാൻ പിന്നെ ഒന്നും പറയില്ല. ഈ ലൈവ് ഓർത്ത് വെച്ചിട്ട് നമ്മളെ സേവ് ദ ഡേറ്റ് പുറത്താവുന്ന ആ ഒരു ടൈമിൽ, അതായത് നമ്മളെ കല്യാണത്തിൻ്റെ ഇൻഷാല്ലാഹ് സേവ് ദ ഡേറ്റ് പുറത്ത് വരില്ലേ, ഞാൻ പബ്ലിക് ആക്കുന്ന ടൈമിൽ വീഡിയോ കണ്ടിട്ട് ഏത് കുട്ടികളാണോ ആദ്യം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് അന്ന് ലൈവ് ഇട്ടപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 കുട്ടികൾ ആരാണോ എനിക്ക് ആദ്യം വന്ന് മെസ്സേജ് ഇടുന്ന 3 ആൾക്കാർ, ഓൽക്ക് നമ്മളെ കല്യാണത്തിന് ഞാൻ എന്തായാലും ഫ്രീ എൻട്രി. ഓക്കെ, അത് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ഓർത്ത് വെച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആരെങ്കിലും 3 ആൾക്കാർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കല്യാണത്തിൽ പങ്കെടുക്കാം, എൻജോയ് ചെയ്യാം. എൻ്റെ വക ട്രീറ്റ് ആയിരിക്കും. ഫുൾ എന്താ പറയുക, നല്ലൊരു ജസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന പോലെ തന്നെ ഞാൻ ട്രീറ്റ് ചെയ്യും കേട്ടോ. കാട്ടാ എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല. എടാ ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ യൂട്യൂബിൽ ജിമെയിലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് മെസ്സേജ് എത്താൽ മതി കേട്ടോ. അൻഷി ഞാൻ കല്യാണത്തിന് വരാം കേട്ടോ. ഡി വല്ലാണ്ട് അൻഷിനെ അങ്ങോട്ട് വളച്ചെടുക്കാൻ നോക്കുവല്ലേ, എനിക്ക് എങ്ങനെ പറ്റുന്നുള്ള. നെയിം പറയോ? ജാസ്മിൻ. എൻ്റെ സിയാന ഷാനവാസ് എൻ്റെ കല്യാണത്തിന് വന്നിട്ട് അതിനത് അനക്ക് ആവശ്യമില്ലെങ്കിലോ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഓല് കമൻറ്റ് ഇടുന്നത് കേട്ടോ. താങ്കൾക്ക് ആവശ്യമില്ലെങ്കിൽ താങ്കൾ തൊള്ള കുട്ടിയോടെ ഇരിക്കുക. താത്ത ഒരായി തരുമല്ലോ. അൻസിന് ഉള്ളതാണോ അൻഷി? ആടാ അൻഷി. മൂപ്പരെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ അൻഷിന്ന്. മൂപ്പരെ അമ്മച്ചി അൻഷിന്ന് വിളിക്കാം. ഞാനും അങ്ങനെ വിളിക്കും. എന്താ ഇപ്പോൾ ചെയ്യണേ? ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ ഒന്നും ചെയ്യണില്ല. ഞാൻ വീട്ടിൽ വെറുതെ ചൊറി മുത്തിരിക്കുകയാണ്. ഇത്താൻ്റെ ഇങ്ങളെ വർത്താനോ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. എനിക്ക് ആൻസർ തരുമോ? ഹലോ, എന്താ പഠിക്കുന്നേ? താത്ത ഒരു ഹായ് തരൂ. ഹലോ 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 ഹലോ.